വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പീരീഡിൻ്റെ 24ാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് ഈ ഒരു സിംറ്റം കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒരുപാട് ഏർലി പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കുക കേട്ടോ. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന പല കാര്യങ്ങളും പ്രഗ്നൻസി സമയത്ത് ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്ന ലക്ഷണങ്ങളാണ്. പണ്ടത്തെ സമയത്ത് ഇപ്പൊ നിങ്ങളുടെ മൂത്ത ചേച്ചിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഒരു അമ്മുമ്മയ്ക്കോ ഉണ്ടായിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്നത്. ഒരുപാട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിയിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടും നമ്മുടെ മറ്റുള്ള നമ്മൾ താമസിക്കുന്ന ഒരു എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടും പലതരത്തിലുള്ള വിയേർഡായിട്ടുള്ള പ്രഗ്നൻസി സിംറ്റംസ് നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സോക്കോൾഡ് ആയിട്ടുള്ള പല പ്രഗ്നൻസി സിംറ്റംസ്, അതായത് നമ്മൾ തലകറങ്ങി വീഴുക, ഛർദ്ദിക്കുക, അങ്ങനെയുള്ള പല സിംറ്റംസും തന്നെ പല സ്ത്രീകൾക്കും ഉണ്ടാകാറില്ല. നേരെ മറിച്ച് മുഖക്കുരു ഉണ്ടാവുന്നത്, നമ്മുടെ പിഗ്മെന്റേഷനിൽ ഒന്ന് വ്യത്യാസം വരുന്നത്, മുഖത്തൊന്ന് ഗ്ലോ ഉണ്ടാവുന്നത്, ഇത് പലതുമാണ് പലപ്പോഴും പ്രഗ്നൻസിയുടേതായിട്ടുള്ള സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമുക്കുണ്ടാവുന്ന ലക്ഷണങ്ങൾ. അങ്ങനെ കുറച്ചൊന്ന് വിയേർഡായിട്ട് തോന്നുന്ന തരത്തിലുള്ള നിങ്ങൾക്കുണ്ടാവുന്ന ഒരു ഡിസ്കംഫർട്ടിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കുന്നത് നമുക്ക് കിടക്കുമ്പോഴുണ്ടാവുന്ന അസ്വസ്ഥതയെ പറ്റിയിട്ടാണ്. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളിൽ ഒരുപാട് ഹോർമോണൽ ആക്ടിവിറ്റീസ് ഉണ്ടാവുകയും നമ്മുടെ ബോഡി ഒരുപാട് ചേഞ്ചസിൽ കൂടെ കടന്നു പോവുകയും ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഫസ്റ്റ് പ്രഗ്നൻസിയാണ് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കിടക്കുന്ന സമയത്തുള്ള ഡിസ്കംഫർട്ട് നിങ്ങൾക്ക് വളരെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസ് ഒന്ന് സ്ഥായിയായിട്ടുള്ള ഒരു വ്യവസ്ഥയിൽ നിന്ന് നമ്മുടെ യൂട്രസ് കുറച്ചൊന്ന് കഴിയുമ്പോഴേക്കും എംബ്രിയോ വളരെ മൈന്യൂട്ട് ആണെങ്കിൽ കൂടി തന്നെയും അത് എക്സ്പാൻഡ് ആയിട്ട് അത് വികസിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അത് ഗ്രോ ആകാനായിട്ട് തുടങ്ങുമ്പോൾ അതിന്റെ ചേഞ്ചസ് നമ്മുടെ യൂട്രസിൽ കാണാനായിട്ട് സാധിക്കും. യൂട്രസ് ഫ്രീ ആയിട്ടൊന്ന് എക്സ്പാൻഡ് ആവണമെങ്കിൽ അതിന് ചുറ്റുമുള്ള മസിൽസ് ഒക്കെ അതിനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ മസിൽസും എക്സ്പാൻഡ് ആകും, നമ്മുടെ യൂട്രസും എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങും. ഈ ഒരു ഡിസ്കംഫർട്ട് നമുക്ക് കിടക്കുന്ന സമയത്ത് പലതരത്തിൽ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഫസ്റ്റ് പ്രഗ്നൻസിയിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സിംറ്റം വളരെ എളുപ്പത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. സെക്കൻഡ് പ്രഗ്നൻസി സമയത്ത് നമ്മൾ എത്രയൊക്കെ യൂട്രസ് ഡൗൺ പഴയ ബാക്ക് പൊസിഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ എക്സസൈസ് വർക്കൗട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടെങ്കിലും ആ ഒരു പൊസിഷൻ ഒന്ന് കറക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് ഉള്ളിലോട്ട് പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഓൾറെഡി ഒരു വികാസം സംഭവിച്ചത് കൊണ്ട് സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഈ ഒരു ഡിസ്കംഫർട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നില്ല കേട്ടോ. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഒരു ഡിസ്കംഫർട്ട് നമുക്ക് ഏകദേശം പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഉണ്ടാവുന്നവയാണ്. ഇനി ഏതൊക്കെ തരത്തിലാണ് നിങ്ങൾക്ക് ആ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോ നിങ്ങൾ ചരിഞ്ഞു കിടക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ ആയിട്ട് ചരിഞ്ഞു കിടക്കുന്ന ഒരാളാണെങ്കിൽ കുറച്ചധികം നേരം കിടക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ നെഞ്ചിന്റെ ഭാഗത്ത് എല്ലുംകൂടിന്റെ ഭാഗത്തായിട്ട് ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുക. നമ്മളിപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ ചരിഞ്ഞു കിടന്നുറങ്ങുന്ന ഒരാളുണ്ട്. ആ സമയത്തൊന്നും നമുക്ക് തോന്നാത്ത തരത്തിലുള്ള ഒരു അസ്വസ്ഥത, നമ്മൾ കുറെ നേരം ഒരു ഭാഗത്ത് തന്നെ ചരിഞ്ഞു കിടക്കുമ്പോഴേക്കും നമുക്ക് നെഞ്ചിന്റെ ഭാഗത്തായിട്ട് മധ്യഭാഗത്തായിട്ട് ഈ ഒരു ഡിസ്കംഫർട്ട് കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. രണ്ടാമതൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുന്നത്, ഇനിയിപ്പോൾ നേരെ കിടന്നുറങ്ങുന്ന ആളുകൾക്ക് ബ്ലോട്ടിംഗ് കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇൻക്രീസ് ആകുന്നതിന്റെ ഭാഗമായിട്ട് പല സ്ത്രീകൾക്കും ബ്ലോട്ടിംഗ് അസ്വസ്ഥത ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ബ്ലോട്ടിങ്ങിന്റെ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ നേരെ അങ്ങോട്ട് കിടന്നാലും വയറിൽ എന്തോ ഒന്ന് ഇരിക്കുന്നത് പോലുള്ളൊരു ഡിസ്കംഫർട്ട് തുടർച്ചയായിട്ട് നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉണ്ടാകുന്ന ഈ ഒരു ബ്ലോട്ടിങ്ങിന്റെ സെൻസേഷൻ ഫസ്റ്റ് ട്രൈമസ്റ്റർ തീരുന്ന സമയം വരെ നമുക്ക് തുടർച്ചയായിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇതാണ് നേരെ കിടക്കുന്ന സമയത്ത് കൂടുതലായിട്ട് നമുക്ക് തോന്നുന്ന ഡിസ്കംഫർട്ട്. ഇനി നിങ്ങൾ കമിഴ്ന്ന് കിടന്നുറങ്ങാനായിട്ടാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ കമിഴ്ന്ന് കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ അസ്വസ്ഥതകൾ ഉണ്ടാകാം. അതായത് എന്തോ ഒരു സെൻസേഷൻ, നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് ഈ ഒരു ബെല്ലിയെ കൊണ്ടുവന്ന് നമ്മുടെ ആ ഒരു ബെഡിൽ അമർത്താനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ, അമർന്ന് കിടക്കുമ്പോൾ എന്തോ ഒരു ഫീലിംഗ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള എന്തോ ഒന്നുണ്ടല്ലോ എന്നുള്ളൊരു ഡിസ്കംഫർട്ട് നമുക്ക് തുടർച്ചയായിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്കംഫർട്ട് പല സ്ത്രീകൾക്കും ഒരു ഫസ്റ്റ് പ്രഗ്നൻസി ആവുന്ന സമയത്ത് കൂടി വരും. എന്റെ ആദ്യത്തെ പ്രഗ്നൻസി സമയത്ത് എന്റെ മോളെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് കമിഴ്ന്ന് കിടക്കുമ്പോൾ ഭയങ്കര ഒരു ഡിസ്കംഫർട്ട് ആയിരുന്നു. കാരണം എന്തോ ഒന്ന് അവിടെ കിടക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സെൻസേഷൻ നമുക്ക് കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ വയറങ്ങോട്ട് കമിഴ്ന്ന്, ഇപ്പോൾ ഗ്യാസ് കയറുന്ന സമയത്ത് കമിഴ്ന്ന് കിടക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവില്ലേ, ആ ഒരു ഫീലിംഗ് ആയിരിക്കും ഈ ഒരു സമയത്ത് കമിഴ്ന്ന് കിടക്കുമ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് കേട്ടോ. പിന്നെ എന്റെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ മോനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവ് കിട്ടിയ സമയത്ത് ഞാനൊന്ന് കമിഴ്ന്ന് കിടന്ന് നോക്കിയായിരുന്നു കേട്ടോ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ. പക്ഷെ എനിക്ക് യാതൊരു തരത്തിലുള്ള ഡിസ്കംഫർട്ടും, ആ ഇംപ്ലാന്റേഷൻ ആയി കുഞ്ഞ് ഗ്രോ ആയിട്ട് തുടങ്ങി എനിക്ക് കാർഡ് ടെസ്റ്റ് ചെയ്ത് അപ്പം തന്നെ 2 ലൈനും ഡാർക്ക് ആയിട്ട് വരാൻ കിട്ടി. എന്നിട്ട് പോലും എനിക്ക് ഒരു തരത്തിലുള്ള ഡിസ്കംഫർട്ടും ആദ്യത്തെ സമയത്തൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ആ ഒരു ഡിസ്കംഫർട്ട് കാണാനായിട്ടും സാധിച്ചു.
ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ശരീരത്തിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഡിസ്കംഫേർട്ട് കൂടുതലായിട്ട് വരാനായിട്ടുള്ള ഒരു റീസൺ ആണ് കേട്ടോ. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള കാരണം ഇപ്പൊ ഒന്നാമത് ചൂടാണ്. നമ്മൾ ഭയങ്കരമായിട്ട് അവിടെ എക്സോസ്റ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഉണ്ടാകുന്നത് കേട്ടോ. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് നോർമലി ഉണ്ടാകുന്ന ഇപ്പൊ നമുക്ക് സറൗണ്ടിങ്സിൽ നല്ല ചൂടാണ്, നമ്മുടെ നേച്ചർ നല്ല ചൂടാണ്. പക്ഷെ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഒന്നും കൂടി ഇൻക്രീസ് ആകാറുണ്ട്. അങ്ങനെ സംഭവിക്കുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഒരു ഹൈക്ക് കൊണ്ടാണ്. പ്രൊജസ്ട്രോൺ പല സമയത്ത് നമുക്ക് ചൂടുണ്ടാക്കാനായിട്ട് കാരണമാകും. അതുകൊണ്ട് പ്രൊജസ്ട്രോണിന്റെ സപ്ലിമെന്റ്സ് ഒക്കെ എടുത്ത് നോക്കുന്നവർക്ക് മനസ്സിലാകും ചൂട് നമ്മുടെ ബോഡിയിൽ നല്ല കൂടുതലായിരിക്കും. ഈ ഒരു ഡിസ്കംഫേർട്ടും നമുക്ക് ചുറ്റുമുള്ള ആ ഒരു വേനൽക്കാലത്തിന്റെ ഡിസ്കംഫേർട്ടും എല്ലാം കൂടി ആകുമ്പോഴേക്കും സമ്മർ സീസണിൽ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരും. അതുകൊണ്ട് രാത്രി സമയത്ത് വളരെയധികം ഉറക്കം കുറഞ്ഞു പോകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ഒരു റീസൺ കൊണ്ടാണ് നിങ്ങൾക്ക് കിടക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നതെങ്കിൽ വളരെ നൈസ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ, അതായത് അയഞ്ഞു കിടക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചിട്ട് നിങ്ങൾ ഉറങ്ങാനായിട്ട് നോക്കുക. ഇപ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ചുരിദാറോ അല്ലെങ്കിൽ വേറെ ഉള്ള ടോപ്പോ അങ്ങനെയൊന്നും ധരിച്ച് ഉറങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ലൂസായിട്ട് എന്തെങ്കിലും നൈറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കംഫർട്ടബിൾ ആയിട്ട് കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ അത് നമുക്ക് ആ ഒരു ചൂട് കൂടുതലുണ്ടെങ്കിലും അതിന്റെ ഒരു എഫക്ട് ബോഡിയിലോട്ട് കിട്ടാതിരിക്കാനായിട്ടുള്ള ഒരു ഹെൽപ്പ് അതിലൂടെ ഉണ്ടാവുന്നു. പിന്നെ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇതുപോലുള്ള ഡിസ്കംഫർട്ട് ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവ് ആണെങ്കിൽ പ്രഗ്നൻസി പില്ലോസ് നിങ്ങൾ മേടിക്കുക. അത് വേണ്ടുന്ന രീതിക്ക് നിങ്ങൾക്ക് പൊസിഷൻ ചെയ്ത് വെച്ചിട്ട് ഏത് പൊസിഷനാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആ ഒരു രീതിക്ക് നിങ്ങൾ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിങ്ങളുടെ ഉറക്കം കൃത്യമായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ ആകും അത്. നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം എണീക്കുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ടയർഡ്നെസ് ആയിരിക്കും, അതുപോലെ ഭയങ്കര ദാഹമായിരിക്കും, ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി ആയിരിക്കും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് നല്ല കൂടുതലാണ് കേട്ടോ. അപ്പൊ ആ കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഡിസ്കംഫർട്ട് ഒക്കെ ഉണ്ടാകുമ്പോഴേക്കും പകൽ സമയത്ത് ധാരാളം നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് നിങ്ങളുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതിനും ഒരു സപ്പോർട്ട് ബോഡിക്ക് കൊടുക്കുന്നതിനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് കൂടുതലായിട്ട് സ്ട്രെച്ചിങ് എക്സസൈസ് നിങ്ങൾ ചെയ്യുക. വേറെ ഏത് എക്സസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന തരത്തിലുള്ള മാലാസന എക്സസൈസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് സ്ട്രെച്ച് ആകുന്നതിന് ഒരു സപ്പോർട്ട് നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. പെൽവിക് എക്സ്പാൻഡ് ആവുന്നതിനും നമ്മുടെ അബ്ഡോമൻ മസിൽസ് ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ആവുന്നതിനും മാലാസന എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. മാലാസന എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കില്ലേ ആ രീതിക്ക് നിലത്ത് ഇരിക്കുന്ന കൈ നമസ്കരിക്കുന്ന പോലെ കൈ നമ്മൾ രണ്ട് കൈയും കൂടി ചേർത്ത് വെച്ചിട്ട് ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന രീതിക്കുള്ള എക്സസൈസ് ആണ് മാലാസന എക്സസൈസ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, ദെൻ സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഇത് എക്സ്പാൻഷൻ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് യൂട്രസിന് കൊടുക്കുന്നു. ഏറ്റവും കൂടുതൽ ഈ ഒരു സിംറ്റംസ് നമുക്ക് കണ്ടു തുടങ്ങുന്നത് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെയായിരിക്കും കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിലാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. ആ 6 to 12 ഡേയ്സിൽ നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 10 ഡേയ്സിനകത്ത് തന്നെ ഈ ഒരു ഡിസ്കംഫർട്ട് നിങ്ങൾക്ക് ഉണ്ടാകാം. ഇനി ഈ ഒരു ലക്ഷണം കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പെക്ടഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിംഗ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൂടി തന്നെ ആ പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളമാണെന്ന് നിങ്ങൾ മോണിറ്റർ ചെയ്യുക. വളരെ കുറച്ചാണ് ബ്ലീഡിംഗ് പോകുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.